അല്ല അതിന് സിമ്പിളായിട്ട് പറയാനായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി ആ ദിവസം കഴിഞ്ഞില്ല ഒരു ദിവസം മാറിപ്പോയാലും അത് പ്രൊഡ്യൂസറിനുണ്ടാകുന്ന ലോസ് ഭയങ്കര വലുതാണ്. ഒരു ദിവസം ആവറേജ് നമുക്കൊരു പെർ ഡേ ഷൂട്ട് എന്നൊക്കെ പറയുന്നത് ഒരു 3 lakhs അല്ലെങ്കിൽ 3 to 4 lakhs വലിയ പടമൊക്കെ ആണെങ്കിൽ അതിനും ഇതാണ്. അപ്പോൾ നമ്മൾ രാവിലെ കൃത്യമായിട്ട് ഒരു 7 മണി 8 മണിക്കൊക്കെ നമ്മൾ തുടങ്ങിയാൽ മാത്രമേ മലയാള സിനിമ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൾ ഷീറ്റിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ രാവിലെ തുടങ്ങി 9 വരെ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ചില പടങ്ങൾ നമ്മളത് തീരുന്നവരെ ആ ലൊക്കേഷൻ കിട്ടി. കാരണം ഇവിടെ ലൊക്കേഷൻ ട്രെൻഡ് ഉണ്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ പൈസ കൊടുത്തിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ തിരക്കുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതെ. അവരെയൊക്കെ ദിവസം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ അവരുടെയൊക്കെ ഡേറ്റ് കിട്ടി കഷ്ടപ്പെടുത്തി അവരെ കൊണ്ടുവന്നതിന് ശേഷം വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയോട് എനിക്ക് യാതൊരുവിധ യോജിപ്പില്ല. പ്രത്യേകിച്ച് സീനിയേഴ്സൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ടൈം പാലിക്കുക അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി, അത് ഞാൻ പഠിച്ചത് നമ്മുടെ സീനിയേഴ്സ് തന്നെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കകാലത്ത് നമുക്കൊക്കെ ഈ ഉഴപ്പുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ എഴുന്നേറ്റ് വരിക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ വളരെ തുടക്കകാലത്ത് ഞാൻ പക്ഷേ 2011 ഞാൻ തിരയിലാണ് തുടങ്ങിയത്. അപ്പോൾ ചേട്ടൻ്റെ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് നമ്മൾ മോർണിംഗ് ഷോട്ടൊക്കെ എടുത്തിരുന്നു. 6:30 ചേട്ടന മോർണിംഗ് ടൈമിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യുക. എനിക്ക് മോർണിംഗ് ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വലി ഭയങ്കര ഭംഗിയായിരിക്കും. ഇന്നൊന്നും ആ